നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്, ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നമ്മൾ ഒഫീഷ്യലി Q1 റിസൾട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെൽറ്റ കോർപ്പ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് വന്നെങ്കിൽ കൂടിയും TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്നും നാളേക്കായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ TCS ഇന്നലെ ഫോൾ ആയിട്ടുണ്ട്. ഇന്നലെ HDFC ബാങ്കും റിലയൻസും ഫോൾ ആയെങ്കിൽ കൂടിയും കുറച്ചൊക്കെ റിക്കവറി രേഖപ്പെടുത്തി. TCS ഇന്നലെ റിക്കവറി രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ IT കമ്പനീസിൻ്റെ റിസൾട്ട് തുടങ്ങുകയാണ് എന്നുള്ളത് ഒരു കാര്യം. കൂടാതെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് S&P 500ഉം നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതുമാത്രമല്ല നല്ല രീതിയിലൊരു റാലിയും രേഖപ്പെടുത്തി. എന്നാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള HDFC ബാങ്ക് അവിടെ 1.5% ഒരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണെങ്കിൽ കൂടിയും ആ HDFC ബാങ്കിൻ്റെ ആ ഒരു റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ FISൻ്റെയും DISൻ്റെയും ആഭ്യന്തര ധനകാര്യ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റിയാണ്. ഇന്നലെയും അവർ രണ്ടുപേരും നെറ്റ് ബയേഴ്സാണ്. ഭീകരമായിട്ട് ബൈ ചെയ്തില്ലെങ്കിൽ കൂടിയും FIS 584 കോടി രൂപക്കും DIS 1082 കോടി രൂപക്കും ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പാനിക് സെല്ലിംഗ് ആണ്. നിഫ്റ്റി ഇത്ര ശക്തമായിട്ട് മുകളിലേക്ക് പോയി ഓൾ ടൈം ഹൈയിൽ നിന്ന് ചെറിയ രീതിയിലേക്ക് താഴേക്ക് വീണപ്പോൾ പോലും ആളുകൾ വലിയ തോതിൽ ലോസ് ഉണ്ടാവുന്നുണ്ട്, പോർട്ട്ഫോളിയോ എല്ലാം തന്നെ വലിയ തോതിൽ റെഡ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിഫ്റ്റി എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ നിഫ്റ്റി ശരിക്കും ഒരു കറക്ഷൻ വന്നാൽ എന്താവും പോർട്ട്ഫോളിയോ? അതൊന്നും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം US മാർക്കറ്റിൽ നിന്ന് യുഎസിലെ പണപ്പെരുപ്പ നിരക്ക് വരുന്ന ഒരു ദിവസമാണ്. അത് ഇന്ത്യൻ സമയം 6 മണിക്ക് വരും. അതായത് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ റിയാക്ഷൻ നാളെ ആയിരിക്കും അറിയാം. മാർക്കറ്റ് ടൈമിൽ തന്നെ എന്നാൽ 2 ഇവൻ്റ് ഉണ്ട്. ഒന്ന് ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, UK GDP ഡേറ്റ. അത് നമ്മുടെ മാർക്കറ്റ് സമയം ഏകദേശം ഒരു 11:30 സമയത്താണ്. അതായത് ഓൾമോസ്റ്റ് ഒരു മണിക്ക് മുമ്പാണ് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഈ ഒരു കാര്യം തന്നെ അവിടെ റിയാക്ട് ചെയ്യപ്പെടും. സെക്കൻഡ് ഹാഫിൽ പെട്ടെന്ന് തന്നെ നിഫ്റ്റി ഒരു ഫോൾ ആവാനും റാലി ചെയ്യാനായിട്ടുള്ള കാരണം പ്രധാനമായിട്ടും ഈ ഒരു യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയം ശ്രദ്ധിക്കുക. യൂറോപ്യൻ മാർക്കറ്റൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ട്രേഡിംഗ് വ്യൂവിലെല്ലാം തന്നെ വാച്ച് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ദിവസത്തൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഒരു ഓവറോൾ പിക്ചർ. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യം ഗ്ലെൻമാർക്ക് ലൈഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഈ ഒരു വാർത്തകൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് മറ്റുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. bismate.com എന്നാണ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ. അതിൽ തന്നെ ഒരുപാട് ടാബിലുള്ളൊരു ടാബാണ് ട്രേഡ് ബഡ്ഡി. അപ്പോൾ അതിൽ ഈ IPO ഡീറ്റെയിൽസ്, റിസൾട്ടിൻ്റെ കലണ്ടർ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലോ, റിസൾട്ടിൻ്റെ കലണ്ടർ അതെല്ലാം തന്നെ ലഭ്യമാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. നിങ്ങൾക്കത് ബുക്ക് മാർക്ക് ചെയ്യാം, സിമ്പിളായിട്ട് മൊബൈലിൽ ആക്സസ് ചെയ്യാം. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ഗ്ലെൻമാർക്ക് ലൈഫാണ്. ഗ്ലെൻമാർക്ക് ലൈഫിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയിൽ ഏകദേശം ഒരു 8% സ്റ്റേക്ക് വിറ്റ് മാറുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. കെശോറം ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ റിസൾട്ട് വന്നപ്പോൾ 62 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണ 32 കോടി രൂപ ലോസ് ഉണ്ടായിരുന്ന കമ്പനിയാണ്. ലോസ് വർദ്ധിപ്പിച്ചു. ടാറ്റ LXC കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ ഏകദേശം ഒരു 3% കുറവാണ് രേഖപ്പെടുത്തിയത്. 184 കോടി രൂപ. കഴിഞ്ഞ തവണ 188 കോടി രൂപ രേഖപ്പെടുത്തിയ കമ്പനിയാണ്. GTL ഇൻഡസ്ട്രീസ് സ്റ്റീൽ പൈപ്പ് മേക്കേഴ്സാണ്. ഇവർ 21% നെറ്റ് പ്രോഫിറ്റ്, 30 കോടി രൂപയാണ് ഇവർ കരസ്ഥമാക്കിയത്. അതായത് 21% ഒരു അപ്സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 25 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. നൈക്ക കമ്പനി ICC പൊട്ടൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഏകദേശം ഒരു 1.5 കോടി ഷെയറുകൾ നൈക്കയുടെ ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. യെസ് ബാങ്കും അതുപോലെ തന്നെ അബുദാബി ഫസ്റ്റ് അബുദാബി ബാങ്കും അതുപോലെയുള്ള മറ്റുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള ബയേഴ്സ് എല്ലാം തന്നെ യെസ് ബാങ്കിൽ സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ന്യൂസുകൾ പരക്കുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല. KCP ഷുഗർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30 നിന്ന് 54 കോടി രൂപയിലേക്ക് ഉയർന്നു. ഓറിയൻറ്റ് റെയിൽ ഇൻഫ്ര കമ്പനി 19 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു. ഓറിയൻറ്റ് ഇൻഫ്ര. IRCTC കമ്പനി DMRC ആയിട്ട് സൈനപ്പ് ചെയ്തിട്ട് ഇവർ
വൺ ഇന്ത്യ വൺ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സിസ്റ്റം അവർ ലോഞ്ച് ചെയ്തു. സെഞ്ച്വറി എക്സ്ക്ലൂഷൻ കമ്പനി ഇവർ ഖടഗ്പൂരിൽ ഇവരുടെ ഒരു പ്രസ്, പുതിയൊരു എക്സ്ക്ലൂഷൻ പ്രസ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. ധ്രുവ് കൺസൾട്ടൻസി കമ്പനി 6 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അൾട്രാടെക് സിമെൻറ്റ് കമ്പനി യുഎയിൽ നിന്ന് റാസൽ ഖൈമയിൽ ഇവരുടെ റാസൽ ഖൈമയിലെ ഫർദർ സ്റ്റേക്ക് ഇവർ അക്യൂർ ചെയ്തു. ഓറിയൻറ്റ് പവർ കമ്പനി ഇവർക്ക് ഒരു സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. ഐഡിയ ഫോർജ് കമ്പനി ഇവർ ഗാലക്സി സ്പേസ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റി സ്പോട്ട് 24,324, മേജർ റെസിസ്റ്റൻസ് 24,500, 24,700, 24,600. ഓരോ 100 പോയിൻ്റ് ഇടവേളകളിലും റെസിസ്റ്റൻസ് ഫോം ആയിട്ടുണ്ട്. ഈവൻ അടുത്ത മണി തന്നെ ഒരു റെസിസ്റ്റൻസ് ആണ്. കാരണം PCR 0.73യും 0.73 ആണ്. സപ്പോർട്ട് 24,200, 24,000 ആണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 54,700, ബ്രെന്റ് ഓയിൽ 85, അതിന് താഴെ ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,372 പെർ ഔൺസ് ഗോൾഡ് കയറുകയാണ്. ഓസ്ട്രേലിയ പോസിറ്റീവ്, ചൈന ഫ്ലാറ്റ്, കൊറിയ പോസിറ്റീവ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവ്, ഡോ ഫ്യൂച്ചർ നെഗറ്റീവ്. ഇന്ത്യ വിക്സ് കാണാം 14.43. ഏറ്റവും താഴെ ഇനി നോക്കിയാൽ നാസ്ഡാക്ക് കാണാം. യുഎസിലെ ടെക്നോളജി ഇൻഡെക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ കാണാം നല്ല ഗംഭീര റാലി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകൾ ശക്തമായ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്, പൊതുവെ പോസിറ്റീവാണ്. നിഫ്റ്റി പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. കാരണം ഓൾറെഡി HDFC ബാങ്ക് 1.5% ADRൽ ഇടിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അത് സ്വാഭാവികമായിട്ടും വോളറ്റിലിറ്റി ഉണ്ടാക്കും. ഓൾറെഡി വിക്സ് 14.5 എന്ന നിലയിലാണ് ഉള്ളത്. എന്നാൽ നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ തന്നെയാണ്. അപ്പോൾ ഓരോ ഡിപ്പിലും ആളുകൾ ബൈ ചെയ്ത് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കയറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത്. പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്മെൻ്റ് ഒന്നും നടത്തുന്ന ആളല്ല നമ്മൾ. ഈവൻ സ്റ്റോക്കിൻ്റെ ന്യൂസ് പോലും അതൊരു ബൈയും സെല്ലും ഇൻഡിക്കേഷൻ അല്ല എന്നാണ് എപ്പോഴും പറയാറ്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ കാണാം. ഷിപ്പിംഗ് കമ്പനീസ് എല്ലാം തന്നെ എല്ലാ ദിവസവും ഇടിഞ്ഞൊരവസ്ഥയിലാണുള്ളത്. മീൻസ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ സ്റ്റോക്കുകളിലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓരോ സ്റ്റോക്കുകളുടെയും EPS വാല്യൂം, PE വാല്യൂം, മറ്റുള്ള ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാരണം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വളരെ സിമ്പിളാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പക്ഷേ ഫർദറായിട്ടൊരു ഫോളായി പിന്നീട് അത് തിരിച്ച് കയറാൻ ഒരുപാട് നാളുകൾ എടുത്തേക്കാം. അപ്പോൾ അതിന് ക്ഷമ ഉള്ള ആളുകൾക്കാണ് അത് പറ്റുള്ളൂ. ക്ഷമയില്ലാത്ത ആളുകൾ എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആവും സ്റ്റോക്കിൻ്റെ വാല്യൂ താഴെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം നമ്മളുടെ വെൽത്ത് ക്രിയേഷനാണ്. അപ്പോൾ അതിന് ക്ഷമ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എടുത്താം. താങ്ക് യു.